NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗമുണ്ടായിരുന്നു. അതിൽ മോദി പറഞ്ഞ ഒരു വാചകം എനിക്ക് കണ്ണിലുടക്കി. അത് പാകിസ്ഥാനുമായിട്ടുള്ള സിന്ധു നദീജല കരാർ കൊണ്ട് ഇന്ത്യക്ക് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യമാണ്. മാത്രമല്ല, നെഹ്റു രാജ്യത്തെ 2 വട്ടം വിഭജിച്ചു എന്ന് കൂടി മോദി അടിവരയിട്ട് പറയുന്നുണ്ട്. ആദ്യം റാഡ്ക്ലിഫ് രേഖയിലൂടെ, രണ്ടാമത് സിന്ധു നദീജല കരാറിലൂടെ. ഈ 2 കാര്യങ്ങളെക്കുറിച്ചും അറിയണം മാഷെ. ആ രണ്ടും വളരെ പ്രധാനപ്പെട്ട കരാറുകളാണ്. നെഹ്റു കാർമ്മികത്വം വഹിച്ച സംഗതികളാണ്. ഒന്ന്, അദ്ദേഹം ഭരിച്ചു തുടങ്ങിയിട്ടില്ല. വിഭജനത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ. അതായത് പാർട്ടീഷൻ പ്ലാൻ സത്യത്തിൽ 47 ജൂൺ 4-നോ മറ്റോ, ജൂൺ 4-ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കി. എന്നിട്ട് മൗണ്ട് ബാറ്റന് 1 കൊല്ലം സമയം കൊടുത്തു. എന്ന് പറഞ്ഞാൽ 47 ജൂൺ 4 തൊട്ട് വേണമെങ്കിൽ 48 ജൂൺ 4 വരെ സമയം ഉണ്ടായിരുന്നു. പക്ഷേ മൗണ്ട് ബാറ്റൻ ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ കൂടി മനസ്സിലാക്കി വന്നപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വല്ലതും നടന്നില്ലെങ്കിൽ പിന്നെ നടക്കില്ല. മാത്രമല്ല, മൗണ്ട് ബാറ്റന് ഇത് പാർട്ടീഷൻ നടക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം അതാണല്ലോ അവരുടെ ഒരു അജണ്ട, ഡിവൈഡ് ആൻഡ് റൂൾ ആണല്ലോ. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇപ്പോൾ നല്ല സമയമാണ് ഈ ഡയറക്റ്റ് ആക്ഷൻ, ഈ സംഗതികളുണ്ടല്ലോ. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ കലാപം, ആ കലാപം ചുട്ടുപഴുത്ത് നിൽക്കുക, ഈ ചൂടുള്ള കൂടയിൽ അങ്ങനെയുള്ള ചൂടാക്കിയിട്ട് ചൂടുള്ള നേരത്ത് വേണമല്ലോ ഇരുമ്പിനെ അടിക്കാൻ. അപ്പോൾ ആ സമയം നോക്കി അതിവേഗം ചെയ്ത് കളഞ്ഞു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 മാസം കൊണ്ട് എല്ലാം പൂർത്തിയാക്കിയിട്ട് വിഭജനം പൂർത്തിയാക്കി. തിരക്കിട്ട് വിഭജനം പൂർത്തിയാക്കിയതിൻ്റെ ഫലമാണ് ഈ റാഡ്ക്ലിഫ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് റാഡ്ക്ലിഫ്. വിഭജനത്തിൽ ഇന്ത്യ എങ്ങനെയൊക്കെ വിഭജിക്കണം. അപ്പം അന്ന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കിഴക്കൻ പാകിസ്ഥാനും ഉണ്ട്, പടിഞ്ഞാറൻ പാകിസ്ഥാനും ഉണ്ട്. എന്ന് പറഞ്ഞാൽ കിഴക്കൻ പാകിസ്ഥാൻ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ബംഗാൾ വിഭജിക്കണം, പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഉണ്ടാകണമെങ്കിൽ പഞ്ചാബ് വിഭജിക്കണം. അപ്പോൾ ബംഗാളിൻ്റെയും പഞ്ചാബിൻ്റെയും ഹൃദയത്തിലൂടെ എങ്ങനെ ഏത് വഴിയിലൂടെ ഏത് അതിർത്തിയിലൂടെയൊക്കെ വിഭജിക്കണം എന്ന് തീരുമാനിച്ച ആളാണ് റാഡ്ക്ലിഫ്. അപ്പോൾ റാഡ്ക്ലിഫ് അന്ന് ചെയ്തത് നീതിപൂർവമല്ല എന്ന ആക്ഷേപമുണ്ടായി. തീർച്ചയായിട്ടും അതുകൊണ്ടുണ്ടായ കുഴപ്പമെന്ന് വെച്ചാൽ നീതിപൂർവ്വം അല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അക്കാലത്ത് അഭയാർത്ഥി പ്രവാഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബംഗാളിലും ഉണ്ടായി, പഞ്ചാബിലും ഉണ്ടായല്ലോ. അപ്പോൾ കുറേ കൂടി നീതിപൂർവ്വം ചെയ്തിരുന്നെങ്കിൽ അന്ന് തന്നെ വലിയ തോതിൽ ഇവിടെ വേരുകളുള്ള ഇന്ത്യൻ ബംഗാളിൽ വേരുകളുള്ള മനുഷ്യർ കുഞ്ഞുകുട്ടി പരാധീനങ്ങളോടൊപ്പം അങ്ങോട്ട് ഓടേണ്ടി വന്നു. സർവ്വതും ഇവിടെ ഇട്ടൊഴിഞ്ഞു പോകേണ്ടി വന്നു. തിരിച്ചു. അപ്പോൾ ഈ മതത്തിൻ്റെ പേരിൽ ഇത് അതിർത്തി നിശ്ചയിച്ചപ്പോൾ ഉണ്ടായ അപകടം പഞ്ചാബിൽ അതുണ്ടായി. സിഖുകാരും ഹിന്ദുക്കളും ഇങ്ങോട്ട് വന്നു, മുസ്ലിങ്ങൾ അങ്ങോട്ട് ഓടി. അതിൻ്റെ അഭയാർത്ഥി പ്രവാഹങ്ങളും കൂട്ടക്കൊലകളും അവിടെ ഉണ്ടായി. അതുകൊണ്ട് റാഡ്ക്ലിഫിൻ്റെ ഫോർമുല അതിലൊരു വിയോജിപ്പ് പറയാതെ അവർ തിരക്കിട്ടാണ് നടപ്പാക്കിയത്. നെഹ്റു തിരക്കിട്ട് അതിനൊപ്പിട്ട് കൊടുത്തു. നെഹ്റുവിൻ്റെ ഇടക്കാല സർക്കാരാണല്ലോ അത് കാർമ്മികത്വം വഹിച്ചിരുന്നത്. അപ്പോൾ അതാണ് റാഡ്ക്ലിഫ്. വിഭജനത്തിന് സമ്മതം മൂളി. വിഭജനത്തോടൊപ്പം തന്നെ വന്ന ഒന്നാണ് നെഹ്റുവിൻ്റെ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് അന്ന് സീരിയസ് ആയിട്ട് പറയാനുള്ളത് പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോൾ റാഡ്ക്ലിഫിൻ്റെ പാർട്ടീഷൻ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കാശ്മീർ. നെഹ്റു കാശ്മീരിൽ പോയി ചെയ്ത കാര്യം എന്താ വെച്ചാൽ, കാശ്മീർ ഭരിക്കുന്നത് രാജാ ഹരിസിംഗ് ആണ്. അദ്ദേഹം ഹിന്ദുവാണ്. അന്ന് അക്കാലത്തൊന്നും കാശ്മീരികൾക്കോ ഇന്ത്യക്കാർക്കോ ആര് ഭരിച്ചാലും ഒരു ഇഷ്യൂ അല്ലല്ലോ. സാമൂതിരി മഹാരാജാവ് ഭരിച്ചപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം വിയോജിപ്പ് പറഞ്ഞില്ലല്ലോ. ജാതിയുടെ പേരിൽ മഹാരാജാവ് ഹിന്ദുവാണെന്ന് ആരും പറഞ്ഞിട്ട് തർക്കിച്ചിട്ടില്ലല്ലോ. ഏതെങ്കിലും ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ഉണ്ടായ ഇഷ്യൂസ് അല്ലാതെ. അപ്പോൾ ഹരിസിംഗ് തീരുമാനിച്ചു, ഈ ബ്രിട്ടീഷുകാർ കാണിച്ച ഏറ്റവും വലിയ തന്ത്രം എന്താണെന്നറിയോ? 555 നാട്ടുരാജ്യങ്ങളുണ്ട് അന്ന് ഇന്ത്യയിൽ. 555. ഈ രാജ്യങ്ങളോടൊക്കെ ഉദാരമായൊരു ഫോർമുല കൊടുത്തു. നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ചെയ്യേണ്ടത് എന്താ? നിങ്ങൾക്കിതാ ഇന്ന പ്രദേശം മുതൽ ഇന്ന പ്രദേശം വരെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന റാഡ്ക്ലിഫ് ഫോർമുല അനുസരിച്ചുള്ള പാകിസ്ഥാൻ. ആ പ്രദേശത്ത് വരുന്ന നാടുവാഴികളൊക്കെ പാകിസ്ഥാനിലാവണം. ബാക്കിയുള്ളവരൊക്കെ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഞങ്ങൾ വിഭാവന ചെയ്യുന്ന റാഡ്ക്ലിഫിൻ്റെ ഫോർമുല അനുസരിച്ചുള്ള ഇന്ത്യക്കുള്ളിൽ ഏതൊക്കെ നാടുവാഴിയുണ്ടോ അവരൊക്കെ ഇന്ത്യയുടെ കൂടെ നിൽക്കണം എന്നല്ലേ പറയേണ്ടത്. അതിന് പകരം നെഹ്റു മൗണ്ട് ബാറ്റൻ ഒരു ഫോർമുല വെച്ചു ഉദാരമായിട്ട്. ഇന്ത്യയിൽ എവിടെയുള്ള ഈ 555 നാട്ടുരാജ്യങ്ങളിൽ ആർക്കും എവിടെയും ചേരാം. അപ്പോഴാണ് ചിലർക്ക് അതിമോഹങ്ങൾ വന്നത്. ഹൈദരാബാദിലെ നവാബ് നൈസാം പറഞ്ഞു, ഹൈദരാബാദ് എവിടെയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ നടുവിൽ വരുന്നൊരു കൊച്ചു രാജ്യമാണ്, അതൊരു മുസ്ലിം രാജ്യമാണ്. അപ്പോൾ നൈസാമിൻ്റെ കണക്കിൽ ഒരു ഇസ്ലാമിക രാജ്യം മുസ്ലിം രാജ്യം വരികയാണല്ലോ അപ്പുറത്ത്. ഞാൻ പാകിസ്ഥാൻ്റെ കൂടെയാണ് നൈസാം. ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ നടുവിലാണ്. അതിനേക്കാൾ വലിയ സുരക്ഷാ പ്രശ്നം എന്താ ഉള്ളത്? ഇന്ത്യയുടെ നടുവിൽ ഒരു ശത്രു രാജ്യത്തെ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുമോ?
അങ്ങനെയാണ് നമ്മളത് ബലമായി നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയുള്ള ഒരു നാട്ടുരാജ്യത്തോട് യുദ്ധം ചെയ്താണ്. പട്ടാളത്തെ അയച്ച് ഡയറക്റ്റ് അങ്ങനെയാണല്ലോ, സൈനിക നീക്കം നടത്തിയിട്ടാണ് പിടിച്ചെടുത്തത്. നവാബിനെ തോൽപ്പിച്ച് നമ്മൾ കരാറിൽ ഒപ്പിടിച്ച് ഇന്ത്യയുടെ ഭാഗമാക്കി ചേർക്കുകയാണ് ഹൈദരാബാദ് ഉണ്ടായത്. ഈ രാജാ ഹരിസിംഗ് സത്യത്തിൽ ആ പ്രദേശം ഇവരുടെ രേഖയനുസരിച്ച് പാകിസ്ഥാനോട് ചേർന്നാണ്. അപ്പോൾ കാശ്മീരിലെ രാജാവ് പറഞ്ഞു, ഞാൻ ഇന്ത്യയോട് കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നു. അതിൽ മതം കൂടിയല്ല. ഇപ്പോൾ ഇസ്ലാമിൻ്റെ പേരിൽ അപ്പുറത്തൊരു രാജ്യം ഉണ്ടാകുമ്പോൾ ഹരിസിംഗിനെ പോലൊരു ചക്രവർത്തിക്ക് അങ്ങനെ പോയി ചേരാനും കഴിയില്ലല്ലോ. അപ്പോൾ കാശ്മീരിൽ അവിടെ ചെന്നിട്ട് നെഹ്റു നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനമാണ് പിൽക്കാലത്തെ കാശ്മീർ പ്രശ്നത്തിൻ്റെ അടിത്തറ. നെഹ്റു നടത്തിയ പ്രഖ്യാപനം എന്തായാലും കാശ്മീരികളിൽ അന്ന് തന്നെ അപ്പുറത്ത് അപ്പോൾ പാകിസ്ഥാൻ കലാപം കൂട്ടാൻ വന്നു. പാകിസ്ഥാനികളുടെ പിന്തുണയോടുകൂടി കാശ്മീരിൽ ഒരു വിഭാഗം മുസ്ലിങ്ങൾ പാകിസ്ഥാൻ്റെ കൂടെ ചേരണമെന്ന വാദം വന്നു. അവിടെ കലഹവും തർക്കവും കലാപവുമായി. അന്ന് നെഹ്റു നടത്തിയൊരു സമാധാന പ്രഖ്യാപനമുണ്ട്. അന്ന് നെഹ്റു പറഞ്ഞ ഒരു പ്ലബിസൈറ്റ്, ഈ സ്വാതന്ത്ര്യത്തിൻ്റെ കലാപങ്ങളും കലഹങ്ങളും ഒന്ന് അടങ്ങട്ടെ, ചോരച്ചാലുകളൊന്ന് ഉണങ്ങട്ടെ, ഞാൻ നിങ്ങൾക്ക് ആദ്യത്തെ അവസരം തരാം. എന്താണ് അതൊരു പ്ലബിസൈറ്റ് നടത്താം എന്ന് പറഞ്ഞാൽ ഹിതപരിശോധന. അറിയില്ല, ഇപ്പോൾ നമ്മൾ സ്കോട്ട്ലൻഡിലും അയർലൻഡിലൊക്കെ നടന്നതുപോലെ ഉള്ള ഹിതപരിശോധന ഒരു വോട്ടെടുപ്പ്. 2 ക്വസ്റ്റ്യൻ, വെദർ യു വാണ്ട് ടു ഗോ വിത്ത് പാകിസ്ഥാൻ ഓർ ഇന്ത്യ. നിങ്ങൾ ഇന്ത്യയോടൊപ്പം ചേരണം, നിങ്ങൾക്ക് ഇന്ത്യ വേണോ പാകിസ്ഥാൻ വേണോ, ഒരു ഹിതപരിശോധന നടത്താം എന്ന് നെഹ്റു വാഗ്ദാനം കൊടുത്തു. അന്ന് മുതലാണ് അവിടെ 3 വാദങ്ങളുണ്ടായത്. പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കണമെന്ന് വാദിക്കുന്നവർ, ഇന്ത്യയുടെ കൂടെ നിൽക്കണമെന്ന് വാദിക്കുന്നവർ, ആസാദ് കാശ്മീർ, സ്വതന്ത്ര കാശ്മീർ എന്ന് വാദിക്കുന്നവർ. ഈ വാദിക്കുന്ന 3 കൂട്ടത്തിൽപ്പെട്ടവരാണ് അവിടുത്തെ എല്ലാതരം അക്രമികളും തീവ്രവാദികളും. അതിൽ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നവരാണ് സമാധാന പ്രേമികൾ. താരതമ്യേന അങ്ങനെയാണ് കാണാം. അപ്പോൾ കാശ്മീരിലെ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ചരിത്രം എടുത്താൽ ഈ 3 കൂട്ടത്തിൽ ആദ്യത്തെ 2 കൂട്ടരാണ്. ഇന്ത്യയുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്നവർ അക്രമവും കലാപവും ഉണ്ടാക്കുന്നില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ നെഹ്റുവിൻ്റെ അബദ്ധങ്ങൾ വലിയ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള സൂചനയാണ് ഇപ്പോൾ മോദിജിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം. മോദി പറഞ്ഞത് നെഹ്റുവിൻ്റെ അബദ്ധങ്ങൾ. അതിലും അക്കൂട്ടത്തിൽ അപ്പോൾ വിഭജനക്കാലത്ത് ഈ ക്ലിഫിൻ്റെ ഫോർമുലയോട് നെഹ്റു സമ്മതം മൂളിയത് ആദ്യത്തെ അബദ്ധം. നമ്മുടെ വിഭജനം സത്യത്തിൽ ഇത്ര വലിയ ദുരന്തമായി തീർന്നത് ആ ഫോർമുല കൊണ്ടാണ്. അത് നെഹ്റു ചെയ്ത വലിയ അബദ്ധമല്ലേ എന്നാണ് മോദി ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഈ പുതിയ ഇഷ്യൂ ഉണ്ടല്ലോ, അതിനോട് ചേർത്താണ് ഞാൻ പറഞ്ഞത് കാശ്മീരിൻ്റെ ഇഷ്യൂ നെഹ്റു ഉണ്ടാക്കിയത്, നെഹ്റു ക്രിയേറ്റ് ചെയ്തതാണ്. അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കാണിച്ച ഡിപ്ലോമാറ്റിക് നിലപാടാകാം, എങ്കിൽ പോലും അതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ഡിപ്ലോമാറ്റിക് എന്ന് പറയാൻ പറ്റുമോ? ഒരു വിചാരമില്ലാത്ത നിലപാട്. വിചാരം എന്നല്ല, ഫാസ്റ്റായി പോയി. എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെ 2 രാജ്യങ്ങൾ അതിവേഗം ഉണ്ടാകണം. സത്യത്തിൽ ആലോചിച്ച് നോക്കൂ, 47 ജൂൺ 4 മുതൽ 48 ജൂൺ 4 വരെ സമയമെടുക്കാമായിരുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റ് 1 കൊല്ലം സമയം കൊടുത്തതാണ്. പക്ഷേ ഇത് 3 മാസം കൊണ്ട് ചൂടപ്പം പോലെ ഇപ്പോൾ പെട്ടെന്ന് ചുട്ടെടുത്തു. മൗണ്ട് ബാറ്റൻ തിരക്കൂട്ടിയപ്പോൾ നെഹ്റു അതിൻ്റെ എളുപ്പമുള്ള തിരക്കൂട്ടിയപ്പോൾ ഒരു ഗുണം എന്താ, ഇപ്പുറത്തെ രാജ്യം വരുന്നു, അവിടെ ഭരണകൂടം വരുന്നു, അതിൻ്റെ പ്രധാനമന്ത്രി പദവി, അങ്ങനെയുള്ള സംഗതികളൊക്കെ വന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അതൊക്കെ ആരോപണങ്ങളും ആയിട്ട് വന്നിട്ടുമുണ്ട് പിൽക്കാലത്ത്. അപ്പോൾ ആ കൂട്ടത്തിൽ മോദിജി പറഞ്ഞ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അക്കൂട്ടത്തിൽ നെഹ്റുവിൻ്റെ മണ്ടത്തരങ്ങളിൽ ഒന്നല്ലേ സിന്ധു ജദീദല. ഇനി വേറൊന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഹാത്മാഗാന്ധിയുടെ ഉപവാസ ഫലമായിട്ട് ഇന്നും ഇന്ത്യക്കാർക്ക് ദഹിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് 2 രാഷ്ട്രങ്ങളുണ്ടായി കഴിഞ്ഞാൽ പഴയ രാഷ്ട്രത്തിന് കൊടുക്കേണ്ട കണക്ക് തീർക്കണം എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാന് ഫണ്ട് കൊടുക്കേണ്ടി വന്നു. മഹാത്മാഗാന്ധിയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ഇന്നും ഇന്ത്യൻ മണ്ണിനും മനസ്സിനും ദഹിച്ചിട്ടില്ല. നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റാണ് കൊടുത്തത്. അക്കൂട്ടത്തിൽ ഒടുവിലത്തെ കാര്യമാണ് സിന്ധു നദീജല കരാർ. സിന്ധു നദീജലത്തിൻ്റെ 80% ഇന്ത്യയിൽ ഉത്ഭവിക്കുന്ന നദിയാണ് അല്ലേ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ആ നദീജലത്തിൻ്റെ 80% പാകിസ്ഥാന് കൊടുത്തുകൊണ്ടുള്ളൊരു കരാറുണ്ടാക്കി. അത് ചരിത്രത്തിലെ മണ്ടത്തരമല്ലേ എന്ന് മോദി ചോദിച്ചാൽ, പുതിയ കാലത്ത് ഇത്രയും കാലത്തെ ഒരു 78 കൊല്ലത്തെ ചരിത്രാനുഭവം വെച്ചിട്ട് ഈ പാകിസ്ഥാന് അങ്ങനെ കുടിവെള്ളം കൊടുത്ത് ഇന്ത്യ വളർത്തിയെടുത്ത പാകിസ്ഥാൻ ഇന്ത്യയോട് ഇത്രയും കാലം എങ്ങനെയാണ് പെരുമാറിയത്? അതുകൂടി പരിശോധിക്കുമ്പോൾ ആ ചോദ്യം ന്യായമാണ്. മോദി ചോദിച്ചത് നമുക്ക് എല്ലാവർക്കും വേണ്ടി, ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി ശബ്ദിച്ചു എന്ന് വേണം കാണാൻ. അതുകൊണ്ട് നെഹ്റു ഇനിയും വിചാരണ ചെയ്യപ്പെടും ഇന്ത്യയുള്ള കാലത്തോളം എന്ന് അതിന് പോസിറ്റീവായ സംഗതി ഉണ്ടാകാം. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യയുടെ ഭരണകൂടം ഏറ്റെടുത്ത് ഇന്ത്യയെ വാർത്തെടുക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലം കൂടിയാവാം. തീർച്ചയായിട്ടും അന്ന് വന്ന അബദ്ധങ്ങൾക്ക് ഇന്ത്യയുള്ള കാലത്തോളം ചോദ്യം ചെയ്യപ്പെടും. അതിന് മറുപടി പറയാൻ ഉത്തരവാദപ്പെട്ടവർ ബാധ്യസ്ഥരുമാണ്.
മോദി ഉയർത്തിയ ചോദ്യം ആ അർത്ഥത്തിൽ ചരിത്ര പ്രസക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.